എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. സംസ്ഥാനത്ത് തിങ്കളാഴ്ച മുതൽ പെൻഷൻ വിതരണം വീണ്ടും സജീവമാകും. ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്താത്ത ആളുകൾ സേവന വെബ്സൈറ്റിലൊന്ന് പരിശോധിക്കണം. 25-ാം തീയതി മുതലാണ് സംസ്ഥാനത്ത് ഫെബ്രുവരി മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചത്. ദേശീയ പെൻഷൻ പദ്ധതി പ്രകാരം കേന്ദ്രവിഹിതം ലഭിക്കുന്ന ആളുകൾക്ക് 300, 200, 500 എല്ലാം കുറവുള്ളത് ആ തുക കൂടി അക്കൗണ്ടുകളിലേക്ക് വിതരണം ആരംഭിച്ചിട്ടുണ്ട്. പല ആളുകൾക്കും ശനിയാഴ്ച തന്നെ ആ തുക എത്തിയിരുന്നു. ഇനിയും എത്താത്ത ആളുകൾക്ക് തിങ്കളാഴ്ച ആ ഒരു തുക എത്തിച്ചേരുന്നതാണ്. കയ്യിൽ പെൻഷൻ വിതരണം കഴിഞ്ഞ ദിവസം മുതൽ സജീവമായി തുടങ്ങിയിട്ടുണ്ട്. ചില സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് ശനിയാഴ്ച പണം എത്താത്തത് കൊണ്ട് തന്നെ നാളെ അവർ പണം എടുത്തതിന് ശേഷം വീടുകളിൽ എത്തിച്ച് വിതരണം തുടരുന്നതാണ്. 5-ാം തീയതിക്കുള്ളിൽ എല്ലാവർക്കും സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം പൂർത്തിയാക്കുന്നതാണ്. മാർച്ച് 12-ാം തീയതി ഇലക്ഷൻ പ്രഖ്യാപിച്ചേക്കും എന്നാണ് വിവരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളം സന്ദർശിക്കുന്നത് 11-ാം തീയതിയാണ്. BJP പ്രകടന പത്രികയും അന്ന് പ്രഖ്യാപിക്കും. അതിനുശേഷം പിറ്റേ ദിവസം തന്നെ ഇലക്ഷൻ പ്രഖ്യാപിച്ചേക്കും എന്നുള്ളതാണ് ഉദ്യോഗസ്ഥ തലങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും ഈ മാസം അവസാനത്തിന് മുമ്പ് ഇലക്ഷൻ പ്രഖ്യാപിക്കും. അതിനു മുമ്പ് പെൻഷൻ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. വിഷു, ഈസ്റ്ററിനോടനുബന്ധിച്ച് 2 മാസത്തെ പെൻഷൻ ഒരുമിച്ച് ലഭിച്ചേക്കാനുള്ള സാധ്യതയുണ്ട്. അത് ഏപ്രിൽ മാസത്തിലായിരിക്കും. കേരളത്തിൽ ഇലക്ഷൻ നടക്കാൻ ഏറ്റവും സാധ്യത ഏപ്രിൽ മാസത്തിലാണ്, ഇല്ലെങ്കിൽ മെയ് ആദ്യം നടക്കും. സ്ത്രീ സുരക്ഷാ പെൻഷൻ മാർച്ച് മാസത്തേതിന്റെ വിതരണം മാർച്ച് 10-ന് ശേഷം നടപടികൾ ഉണ്ടാകും. മാർച്ച് 20-ന് മുമ്പ് സ്ത്രീകൾക്ക് പെൻഷൻ ലഭിക്കും. 10 ലക്ഷത്തോളം ആളുകൾക്കാണ് ആദ്യഘട്ടത്തിൽ വിതരണം ചെയ്തത് എങ്കിൽ 15 ലക്ഷത്തിലധികം ആളുകൾക്ക് 2-ാം ഘട്ടത്തിൽ സ്ത്രീ സുരക്ഷാ പെൻഷൻ 1000 വിതരണം ചെയ്യും. സംസ്ഥാനത്ത് മാർച്ച് മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 25-ന് ശേഷം തന്നെയായിരിക്കും ഉണ്ടാകുക. ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അറിയിപ്പ്. അപ്പോൾ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ എത്താത്ത ഒരുപാട് ആളുകൾ ഉണ്ട് എന്ന് കമന്റ് ചെയ്യുന്നു. അങ്ങനെയുള്ള ആളുകൾ തീർച്ചയായിട്ടും സേവന വെബ്സൈറ്റിൽ കയറിയിട്ട് പരിശോധിക്കണം. ആധാർ നമ്പർ വെച്ചോ അല്ലെങ്കിൽ പെൻഷൻ ID നമ്പർ വെച്ചോ ഇതിൽ കയറാവുന്നതാണ്. പെൻഷൻ ID നമ്പർ അല്ലെങ്കിൽ ആധാർ നമ്പർ നൽകുകയും പിന്നീട് വരുന്ന 5 അക്ക കോഡ് അടിച്ചതിന് ശേഷം ഇതിൽ ലോഗിൻ ചെയ്ത് പെൻഷന്റെ എല്ലാ വിവരവും അറിയാം. വിതരണം ചെയ്തിട്ടുണ്ട് എങ്കിൽ അതും, ഇല്ല മുടങ്ങിയിട്ടുണ്ട് എങ്കിൽ എന്തുകൊണ്ടാണ് മുടങ്ങിയിട്ടുള്ളത് എന്നും കാണാൻ സാധിക്കും. വിതരണം ചെയ്തിട്ടും ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ ബാങ്കുമായിട്ടൊന്ന് ബന്ധപ്പെടാൻ വേണ്ടി ശ്രദ്ധിക്കുക. കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോ കാണാം.